ചില സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ആരാധനകൾ നിർവഹിക്കുമ്പോൾ നമസ്കാരം, നോമ്പ്, അദ്കാറുകൾ, ഖുർആൻ പാരായണം ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ നമുക്കതൊരു നല്ല ആസ്വാദനമായിട്ടും അത് ചെയ്യാനുള്ള ഒരു നല്ല താല്പര്യവും അത് ചെയ്ത് കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷവും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ അതേ നമുക്ക് തന്നെ ചില സന്ദർഭങ്ങളിൽ എന്താണ് ആരാധനകളോട് ഒരു താല്പര്യക്കുറവ്, അത് ചെയ്യുന്നതിൽ നമുക്കൊരു ആനന്ദമോ ആസ്വാദനമോ ലഭിക്കാതെ വരിക, അതേപോലെ തന്നെ അതൊക്കെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്ത് അവസാനിപ്പിക്കുക, ഇങ്ങനത്തെ അവസ്ഥകളുണ്ടായിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന ഒരു സമാധാനവും ഉല്ലാസവും ഒന്നും നമുക്ക് ലഭിക്കാതിരിക്കാം. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും രോഗങ്ങൾ, അതായത് എന്തെങ്കിലും തെറ്റായ ചിന്താഗതികളിലേക്ക് നമ്മൾ അല്പാൽപമായി നീങ്ങി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ആരാധനകളോ നമ്മുടെ ദീനിയായ കാര്യങ്ങളോ ഒന്നും ആസ്വാദനത്തോടെയും ആനന്ദത്തോടെയും നിർവഹിക്കാൻ കഴിയാതെ വരുമെന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സംശുദ്ധമായ ഒരു മനസ്സിൽ നിന്ന് മാത്രമേ, സംശുദ്ധമായ ഒരു ഈമാനിക അന്തരീക്ഷത്തിൽ മാത്രമേ നല്ല കർമ്മങ്ങൾ മനുഷ്യന് ഉടലെടുക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ മനസ്സിനൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം അത് ഏറ്റവും പ്രശോഭിതമായി നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് ആ മനസ്സിൻ്റെ ഉന്മേഷവും സന്തോഷമൊക്കെ നമുക്ക് അനുഭവപ്പെടുക. എന്നാൽ ആ മനസ്സിൻ്റെ വെളിച്ചത്തെ ഇരുട്ടാക്കി കളയുന്ന, അതിൽ കറവീഴ്ത്തുന്ന, അതിനെ മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് തെറ്റായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ വെളിച്ചവും മനസ്സിൻ്റെ പ്രകാശവും നഷ്ടപ്പെട്ടു പോവുകയും നമുക്ക് ആ നന്മകൾ ശരിയായി നിർവഹിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിൻ്റെ ആ ഈമാനികമായിട്ടുള്ള അന്തരീക്ഷത്തെ, പ്രകാശമാനമായിട്ടുള്ള അവസ്ഥാവിശേഷത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തിന്മകളിൽ നിന്നും തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പരമാവധി നമ്മൾ വിട്ടു നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതലായി നമ്മൾ നന്മ പ്രവർത്തിക്കുമ്പോഴും ആരാധനകൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സാഹചര്യം അതിന് അനുകൂലമായി വരും. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ സ്മരണകളിൽ നിന്നും ദിക്റുകളിൽ നിന്നും നമ്മുടെ മനസ്സ് അന്യമാകുമ്പോൾ തെറ്റുകളിലേക്ക് പോകാനുള്ള പ്രവണത നമുക്ക് വർദ്ധിച്ചു വരും. അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏറ്റവും ഭക്തിയോടുകൂടെയും സൂക്ഷ്മതയോടുകൂടെയും ജീവിക്കുന്ന ചില ആളുകൾ അപൂർവമായി തെറ്റുകളിലേക്ക് പോകാനുള്ള കാരണം നമ്മുടെ സാഹചര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ, തന്നെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങൾ ഏതാണെന്ന് ശരിയായി മനസ്സിലാക്കി അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവ്വം വിട്ടു നിൽക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അങ്ങനെ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ അത്തരം തിന്മകളിൽ അകപ്പെട്ടു പോവുകയും ഒരിക്കലും നമ്മളിൽ സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുകയും അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമായി കലാശിക്കുകയും ചെയ്യും. അപ്പോൾ മനസ്സിൻ്റെ സന്തോഷത്തെ, മനസ്സിൻ്റെ സമാധാനത്തെ, നിർഭയത്വത്തെ, പ്രകാശത്തെ സദാസമയം നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, ആരാധനകളെന്ന് മാത്രമല്ല ജീവിതത്തിലെ എല്ലാ നന്മകളെയും മുടക്കമില്ലാതെയും ഉന്മേഷത്തോടു കൂടെയും മനസാന്നിധ്യത്തോടു കൂടെയും ആസ്വാദനത്തോടു കൂടെയും നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വസ്തുത.